വധശ്രമ കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ കോടതി നടപടിയിൽ പ്രതികരണവുമായി EP ജയരാജൻ. തോക്ക് നൽകിയത് കെ സുധാകരനാണെന്ന് പ്രധാന പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടെന്നും കേസിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും EP ജയരാജൻ പറയുന്നു. കണ്ണൂർ കീച്ചേരിയിലെ വീട്ടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കാനായിരുന്നു പദ്ധതി. വാടക കൊലയാളികളായ വിക്രം ശശി, പേട്ട ദിനേശൻ എന്നിവരെ കോടതി ശിക്ഷിച്ചു. കെ സുധാകരനാണ് കൊലയാളികളെ വാടകയ്ക്കെടുത്തതെന്നും EP ജയരാജൻ ആരോപിച്ചു. ഈ കേസിൽ സ്വന്തം നിലയിലും നിയമവശങ്ങൾ പരിശോധിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. CPM നേതാവ് EP ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ കെ സുധാകരനെ ഹൈക്കോടതിയാണ് കുറ്റവിമുക്തനാക്കിയത്. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന കെ സുധാകരന്റെ ഹർജി ഹൈക്കോടതി അനുവദിച്ചുകൊണ്ടാണ് പ്രതിപട്ടികയിൽ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ജസ്റ്റിസ് സിയാദ് റഹ്മാനാണ് ഉത്തരവിറക്കിയത്. കേസിൽ ഗൂഢാലോചന കുറ്റമാണ് സുധാകരനെതിരെ ചുമത്തിയിരുന്നത്. കേസിൽ 1-2 പ്രതികളായ പേട്ട ദിനേശൻ, വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് തന്നെയും കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. എന്നാൽ സുധാകരനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി വിചാരണ കോടതി തള്ളി. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. തന്നെ ക്രിമിനലായി ചിത്രീകരിക്കാൻ ഈ കേസിൽ കെട്ടുകഥയുണ്ടാക്കി വേട്ടയാടിയ പാർട്ടിയാണ് CPM. ഈ വിധിക്ക് വേണ്ടി കാത്തിരുന്നതാണ്. ഇല്ലാത്ത കുറ്റത്തിനാണ് എന്നെ ക്രിമിനൽ ലീഡറാക്കിയത്. CPMന്റെ രാഷ്ട്രീയ നയത്തിനേറ്റ തിരിച്ചടിയാണ് കോടതി വിധിയെന്നും കെ സുധാകരൻ പറഞ്ഞു. എനിക്ക് മോചനം കിട്ടിയ വിധിയാണിത്. കേസിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പോലീസും CBIയും സർക്കാരും ചേർന്ന് പ്രതികളെ കണ്ടുപിടിക്കട്ടെ. EP ജയരാജനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് പാവം EP എന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. എന്നാൽ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. 29 വർഷം മുൻപ് നടന്ന സംഭവത്തിൽ സുധാകരനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് CPM പ്രതിയാക്കി മാറ്റിയത്. അതിലാണ് ഇപ്പോൾ സുധാകരന് പങ്കില്ലെന്ന് കോടതി വിധിച്ചത്. കോൺഗ്രസിന്റെ നിലപാട് ശരിയാണെന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി. സുധാകരനെ മാത്രമല്ല MV രാഘവനെയും കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കാൻ നടത്തിയ CPMന്റെ ഗൂഢാലോചനയാണെന്ന് ഇപ്പോൾ വ്യക്തമായി. ജയരാജൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയാലും കാര്യമില്ല. അത്രയും വ്യക്തമായ വിധിയാണ് ഹൈക്കോടതിയുടേത്. പ്രോസിക്യൂഷനെ വെക്കുന്നത് പ്രതിപക്ഷമല്ല, പിണറായി വിജയന്റെ വകുപ്പാണെന്നും VD സതീശൻ പറയുന്നു. 2016 കേസിൽ കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. 1995 ഏപ്രിൽ 12 ട്രെയിൻ യാത്രക്കിടെയാണ് EPക്കെതിരെ വധശ്രമം ഉണ്ടായത്. തിരുവനന്തപുരത്ത് താമസിച്ച് കെ സുധാകരൻ ജയരാജനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ചണ്ഡീഗഡിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്ന EP ജയരാജനെ ട്രെയിനിൽ വെച്ച് വെടിവെച്ച് വധിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു കേസ്. രാവിലെ 10 മണിയോടെ ട്രെയിനിലെ വാഷ് ബേസിൽ മുഖം കഴുകുകയായിരുന്ന ജയരാജന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ജയരാജന്റെ കഴുത്തിനാണ് വെടിയേറ്റത്.